ഇവിടെ കെ കരുണാകരന്റെ സ്മൃതി മന്ദിരത്തിൽ ഒരു സംഖ്യയും കയറി നിരങ്ങാൻ അനുവദിക്കില്ല എന്ന് ഇന്നലെ പറയുന്നുണ്ട്. കെ കരുണാകരൻ്റെ ആത്മാവിൻ്റെ മുകളിൽ പോലും ഒരു കാവ്യ പതാക ഉദിപ്പിക്കാൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം സമ്മതിക്കില്ല എന്ന് കെ മുരളീധരൻ ഇന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴും പത്മജിയുടെ വഴിയാണ് കെ മുരളീധരൻ തോന്നലുണ്ടായോ? എനിക്കറിയില്ല. സിബൽറാം, മറുപടി അങ്ങനെ ഉണ്ടോ? അല്ല, ഇവിടെ ഈ നിതിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് എനിക്ക് പരിചയമുള്ള ആളാണ്, അടുപ്പുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഇവരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂളുകൾ മുഴുവൻ ഇങ്ങനെ ഛർദ്ദിച്ചു വെക്കുകയാണ്. പലതും ആവേശത്തിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള പെശകു കൂടിയാണ്. നാരായൺ റാണെ യു.പിയിലെ മുഖ്യമന്ത്രിയായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. അപ്പോൾ ഈ പറയുന്ന ഒഴുക്കിൽ ആവേശത്തിൽ അദ്ദേഹം എന്തൊക്കെയോ കണക്കുകൾ പേരുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ കെ മുരളീധരന്റെ അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രസംഗത്തിൽ അലുമിനിയം പട്ടേൽ എന്ന് പറയുന്ന പ്രയോഗമൊക്കെ എടുത്തു പറഞ്ഞു. മിസ്റ്റർ നിതിൻ, നിങ്ങൾ ഈ പൊന്നാനിയിൽ ഈ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്ന ഹംസ, അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതിന്റെ വീഡിയോകൾ ഞാനിപ്പോൾ കേൾപ്പിച്ചു തരണോ? നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോ ഇതൊന്നും അല്ല ഒരു രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലിയ ഞെട്ടലുളവാക്കി, എനിക്ക് വേദനയുണ്ടാക്കി. കാരണം നിങ്ങൾ പറഞ്ഞത് പല സീറ്റുകളിലും കോൺഗ്രസ് ഇത്തവണ 3ാം സ്ഥാനത്തേക്ക് പോകും കേരളത്തിൽ എന്നതാണ്. ഞാൻ ഇന്നേ വരെ CPM ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിൽ നിന്നും അങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല. അപ്പൊ BJP-യെ 2ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളിലും മത്സരം LDF-ഉം BJP-യും ഇപിയുടെ നിലവാരത്തിലുള്ള രണ്ടാമത്തെ ഒരാളെ ഇപിയുടെ നിലവാരത്തിലുള്ള രണ്ടാമത്തെ ഒരാളെ കൂടി CPM-ൽ നിന്ന് കാണാൻ സാധിച്ചു എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിലേക്ക് വേറെ കുറച്ച് പേരുകൾ പറയാം. അശോക് ദിന്ദ, തപ്സി മണ്ഡൽ, ഖഗൻ മുർമു, സ്വദേശ് രഞ്ജൻ നായക്, ദീപാലി ബിശ്വാസ്, നികുഞ്ച പൈക്ക്, അങ്കഡ് ബൗരി, ദേബേന്ദ്രനാഥ് റോയ്, ജ്യോതിർമയി സിക്ദർ, വിശ്വജിത് ജിത്ത, ജിതേന്ദ്ര സർക്കാർ, മനോരഞ്ജൻ ആചാർജി, ജയ്കിഷോർ ജമാത്തിയ, ഈ പറഞ്ഞ ആളുകളൊക്കെ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ MLA-മാരും MP-മാരുമായിരുന്നു. ഇവിടെ കോൺഗ്രസ് രാജിവെച്ചിട്ട് വേറെ പാർട്ടി പോകുന്നവരെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ പറയുന്നത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 2019 CPM-ന്റെ ഒരു സിറ്റിംഗ് MLA ബംഗാളിൽ ഖഗൻ മുർമു, അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാതെ CPM-ന്റെ MLA സ്ഥാനത്തിരുന്നുകൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് MP ആയ ആളാണ്. MP ആയതിനു ശേഷമാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്, CPM-ന്ന് രാജിവെച്ചത്. അപ്പൊ CPM-ൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ ഈ മുർമുവിന്റെ പേരും പട്ടികയിൽ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള 2 നേതാക്കൾ AK ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ മകളും, അത് ഏതെങ്കിലും തരത്തിൽ വോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ 5 പൈസയുടെ ജനബന്ധമുള്ള ആൾക്കാരാണോ ഇത് എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളുടെ 2 മക്കൾ BJP ക്യാമ്പിലേക്ക് പോകുന്നതിന് നിങ്ങൾക്ക് മുർമു പട്ടിക വെച്ച് സമീകരിക്കാൻ കഴിയില്ല. ആ മുർമു പട്ടിക സമീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾക്ക് പോലും അക്കാലം അത്രയും നേടിയെടുത്ത എല്ലാവിധ ആനുകൂല്യങ്ങളും മറന്ന് പുറങ്കാലടിച്ച് ഒറ്റ രാത്രി പോകാൻ പറ്റുന്നെങ്കിൽ എന്താണ് പ്രശ്നം? നിങ്ങളും ആലോചിക്കണം. നിങ്ങളുടെ മുർമു പട്ടിക കൊണ്ട് കാര്യമില്ല ബൽറാം. അതിൽ ഞാൻ പറയട്ടെ, അല്ല കാര്യമുണ്ടോ ഇല്ല ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഇവിടെ ഓരോ പാർട്ടിയിലും എടുക്കാച്ചരക്കുകളായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും, ആർക്കും വിലയില്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടാവും. പണ്ട് അച്ഛൻ ആനപ്പുറത്തിരുന്നതിന്റെ തഴമ്പിന്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത വലുപ്പമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ്. അങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത കുറച്ച് ആളുകൾ പോകുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പേരുകളൊക്കെ കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കിയ ആളുകളാണോ? കോൺഗ്രസിലെ ആർക്കെങ്കിലും അതിലൊരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? അയ്യോ ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാൽ CPM-ന്റെ 3 തവണ MLA ആയിരുന്ന ഒരു വ്യക്തി ഇന്ന് BJP-യുമായിട്ട് താൻ ചർച്ച നടത്തി അതിലേക്ക് പോകാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ അത്? ഇടുക്കിയിലെ ദേവികുളത്തെ MLA ആയിരുന്നു, ഞങ്ങളുടെ അടക്കം ഒപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് ശ്രീ രാജേന്ദ്രൻ. ആ രാജേന്ദ്രൻ ഇതാ 1 വർഷം മുമ്പ് CPM-ന്റെ നേതാവായിരുന്നു. സംഘടനാപരമായിട്ടുള്ള അച്ചടക്ക നടപടി മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ പാർട്ടിയിൽ നിന്ന് എല്ലാ കാലത്തേക്കും പോയിട്ടുമില്ല. അദ്ദേഹം ഇപ്പൊ BJP-യിലേക്ക്. അപ്പൊ പാർട്ടികളിൽ നിൽക്കാൻ കഴിയാത്ത അന്തരീക്ഷമുള്ള ആളുകൾ, പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന കുറച്ച് അക്കരപ്പച്ച തേടിയുന്ന രാഷ്ട്രീയ ഭിക്ഷാദേഹികൾ, അവർ പോകുന്നതിനെ കുറിച്ചല്ല മിസ്റ്റർ നിതിൻ നമ്മൾ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ സഖ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ നിൽക്കുന്നത്. നിങ്ങൾ ആ ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. ഞങ്ങൾ 20 സ്ഥാനാർത്ഥികളെ ഇവിടെ UDF-ന്റെ ഭാഗമായിട്ട് നിർത്തുമ്പോൾ ആ 20 സ്ഥാനാർത്ഥികളും ഇന്ത്യ സഖ്യത്തിന്റെ കൂടി ഭാഗമാണ്. നിങ്ങളുടെ CPM-ന്റെ സ്ഥാനാർത്ഥികൾ
CPIയെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. CPM ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴും പലതരത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെയൊക്കെ BJPയുമായി ഒത്തുകളിച്ച് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കും. പല സ്ഥലത്തും BJPയെ 2ാം സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ വോട്ട് മറിക്കും. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് BJPക്ക് കാലുകുത്താനുള്ള മണ്ണ് ഈ കേരളത്തിൽ ഒരുക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ആ നിലയിലുള്ള പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കും. ഞങ്ങൾ വിജയിക്കും. അത് തൃശ്ശൂരിലായാലും വടകരയിലായാലും കേരളത്തിലെ 20 സീറ്റിലായാലും BJPയെ പരാജയപ്പെടുത്തുന്നത് ഞങ്ങളായിരിക്കുമെന്നുള്ള 100% ആത്മവിശ്വാസമുണ്ട്. അതാണ് പാലക്കാട് ഷാഫി പറമ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്. അത് ഈ